മനുഷ്യരെ മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, പഠിക്കാൻ പോകരുത്. മനുഷ്യരെ മനസ്സിലാക്കാൻ നമ്മൾ അനുഭവിക്കുകയാണ് ചെയ്യേണ്ടത്. മാം പറഞ്ഞിട്ടുണ്ട് മാം മേക്കപ്പ് ചെയ്ത എല്ലാ സെലിബ്രിറ്റീസും മാമിന് മക്കളെ പോലെയാണെന്ന്. അപ്പോൾ ഓരോ മക്കളിൽ നിന്ന് എന്താണ് പഠിച്ചിട്ടുള്ളത്? ഒരു മനുഷ്യൻ്റെ സക്സസ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ ഡേ ആണ്, ലൈഫ്. നമുക്കെന്നാ ഒരു ഗെയിം സെക്ഷനിലേക്ക് കിടക്കാം. ഇതിൽ കുറച്ച് ലോട്ടുണ്ട്. അപ്പോൾ മാം എഴുതെടുക്കണം. അത് വായിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്, എന്താണ് മനസ്സിൽ തോന്നുന്നത്, ഇൻസ്റ്റൻസ് ആവാം, എന്ത് വേണമെങ്കിലോ അത് പറയാം. ഒന്ന് വരും. ഹ്യൂമൻ ബീയിങ്. മനുഷ്യരെ മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, പഠിക്കാൻ പോകരുത്. മനുഷ്യരെ മനസ്സിലാക്കാൻ നമ്മൾ അനുഭവിക്കുകയാണ് ചെയ്യേണ്ടത്. ആ അനുഭവത്തിലൂടെയാണ് നമ്മൾ പരസ്പരം മനസ്സിലാക്കേണ്ടത്. ഒരാളുടെ വേദന എന്താണെന്നും ഒരാൾ എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്നും നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾക്കത് മനസ്സിലാക്കണം. ദാറ്റ് ഈസ് ഹ്യൂമൻ ബീയിങ്. താങ്ക് യു. The best quality that you like about yourself and was that you don't like. ഏറ്റവും ഇഷ്ടമുള്ളത്, ഏറ്റവും ഇഷ്ടമില്ലാത്ത. എന്നിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒപ്പം എൻ്റെ ഏറ്റവും വലിയ വേസ്റ്റും മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുന്നത് തന്നെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എന്നിൽ സന്തോഷം കണ്ടെത്തിയിരുന്നത് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടായിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എടുക്കുന്ന ചില തീരുമാനങ്ങളിൽ വൺ ഓഫ് ദ മിസ്റ്റേക്ക് എന്ന് പറയുന്നതും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണുക എന്നുള്ളത് തന്നെയാണ്. അതിലൂടെ എനിക്ക് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത്. ഇപ്പോൾ ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്, എനിക്കൊരു എയിമുണ്ട്. ആ എയിമിലേക്ക് ഞാൻ യാത്ര ചെയ്തത്. പറയാൻ പറ്റുന്ന ഒരു എയിമല്ല. ആ ഒരു എയിമിലേക്ക് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഞാൻ ആ എയിമിനടുത്ത് എത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് മൈ ഹാപ്പിനെസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നെക്സ്റ്റ്. വാട്ട് മേക്ക് യു പീസ്? സമാധാനം. സമാധാനം അത് നമ്മളിൽ തന്നെ ഉള്ളതാണ്. അത് മറ്റൊരാളല്ല നമുക്ക് കൊണ്ടുതരുന്നത്. നമ്മുടെ സമാധാനം കെടുത്താനാണ് മറ്റുള്ളവർ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ സമാധാനം നമ്മളിലുള്ളപ്പോൾ നമ്മൾ മറ്റൊരാളെ തിരക്കി പോകേണ്ട കാര്യമില്ല. ബട്ട് ചില സന്ദർഭങ്ങളിൽ ചിലരുടെ സാമീപ്യം നമുക്ക് ഭയങ്കര സമാധാനം തരും. ഒരു ഷോൾഡർ ഇല്ലേ, ഒരു ഷോൾഡർ, ഒരു പില്ലർ, അത് നമുക്ക് തരും. അത് സത്യമാണ്. നമ്മൾ എത്രയൊക്കെ ആദർശങ്ങൾ പറഞ്ഞു, നമ്മൾ പറയും എനിക്ക് ആരുടെ സഹായം വേണ്ട, ഞാൻ ഒറ്റ കാലിൽ നിന്ന് ഞാൻ ജീവിച്ചോളാം, എനിക്ക് ആരുടെ സഹായം വേണ്ട, എനിക്ക് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞാലും അറ്റ്ലീസ്റ്റ് പാല് മേടിക്കാൻ പോകുന്ന കടയിൽ പാലെങ്കിലും തരുന്നവൻ്റെ സഹായം നമുക്ക് വേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും വേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഒക്കെ കൈ കാണിച്ചാൽ ഓട്ടോറിക്ഷക്കാരനല്ലേ നമ്മളെ കൊണ്ടാക്കുന്നത്, നമ്മളല്ലല്ലോ. അതൊരു സഹായമല്ലേ? അപ്പോൾ നമുക്ക് ആരുടെ സഹായം ഇല്ലാതെ ഒന്നും ഈ ലോകത്ത് ജീവിക്കാനൊന്നും പറ്റില്ല. പക്ഷെ അതൊരു ഒരു വാക്കാണ്, ഒരു പറച്ചിൽ, ഒരു എടുത്തിയാട്ട വാക്കാണ്. പക്ഷെ ഈ പീസ്ഫുൾ ഒരു മൈൻഡ് നമുക്ക് പലപ്പോഴും നമ്മളിൽ തന്നെ ഉണ്ട്. നമ്മളത് കണ്ടെത്തുക എന്നുള്ളതാണ്. എവിടെയാണ് നമ്മുടെ സന്തോഷം എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ നല്ല സൗഹൃദങ്ങളിലൂടെയാണ് എൻ്റെ സമാധാനം ഞാൻ കണ്ടെത്തുന്നത്. മാം പറഞ്ഞിട്ടുണ്ട് മാം മേക്കപ്പ് ചെയ്ത എല്ലാ സെലിബ്രിറ്റീസും മാമിന് മക്കളെ പോലെയാണെന്ന്. അപ്പോൾ ഓരോ മക്കളിൽ നിന്ന് എന്താണ് പഠിച്ചിട്ടുള്ളത്? എല്ലാവരും എനിക്കൊരു അക്കാഡമിയാണ്, ഒരു വലിയ അക്കാഡമിയാണ്. ഓരോരുത്തരായിട്ടില്ല. അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഓവറായിട്ട് ആരെയും എക്സ്പെക്റ്റ് ചെയ്യരുത്. അതാണ്, ഓവറായിട്ട് ചെയ്യരുത്. ഇത് നമുക്കൊരു ഒരു മുമ്പിലൊരു കുഴി ഉണ്ട് എന്ന് നമ്മളെപ്പോഴും ചിന്തിച്ചു പോകണം. അതായിരിക്കണം ഞാൻ പഠിച്ച പാഠം. നെക്സ്റ്റ്. What is your success? Success. My success is my profession.
ബട്ട് എൻ്റെ പ്രൊഫഷനാണ് എൻ്റെ സക്സസ് എന്ന് പറയുമ്പോഴും അതിനെ ഒരു സക്സസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. സോ ഒരു മനുഷ്യൻ്റെ സക്സസ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ ഡേ ആണ്, ലൈഫ്. അപ്പം അയാളുടെ ജീവിതം എങ്ങനെയൊക്കെ ജീവിച്ചു അയാൾ അവസാനം പോയി, എന്താ പറയുക, അയാളുടെ ആ ഒരു മരണ സമയമുണ്ടല്ലോ, ദാറ്റ് ഈസ് അവർ സക്സസ്ഫുൾ ഡേ എന്ന് വേണം പറയേണ്ടത്. അതുവരെ നമ്മൾ സ്ട്രഗിളിംഗ് ആണ് അല്ലേ? മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ സ്ട്രഗിളിംഗ് ആണ്. എന്തിനാണ് സ്ട്രഗിൾ ചെയ്യുന്നത്? ശ്വാസം, ജീവിക്കാനുള്ള ത്വരതയാണല്ലേ. അപ്പോൾ ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡാണിത്. അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഡെഫിനിഷൻ ഇല്ല, സക്സസ്സിന് ഡെഫിനിഷൻ ഇല്ല. സോ എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ എൻ്റെ സക്സസ് എന്ന് പറയുന്നത് എൻ്റെ പ്രൊഫഷൻ. ഒരു ചോദ്യം മാം, മറ്റ് ജെൻഡേഴ്സ് എപ്പോഴും ജെൻഡർ ഈസ് ഓൾവേസ് ജെൻഡർ എന്നാണ് എപ്പോഴും എല്ലാവരും പറയുന്നത്. മാം മറ്റ് ജെൻഡറുകളിൽ നിന്ന്, അതിപ്പോൾ മെയിലാവാം, ഫീമെയിലാവാം, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയോ LGBTQ ആവാം, മറ്റ് ജെൻഡറുകളിൽ നിന്ന് പഠിച്ച, ഓരോരുത്തരിൽ നിന്നും പഠിച്ച ഒരു പാഠം, ഒരു മെയിലിൽ നിന്ന് ഒരു ഫീമെയിലിൽ നിന്ന്, അങ്ങനെ പറയാൻ പറ്റും? ഇറ്റ്സ് എ ലവ്, കെയറിങ്, റെസ്പെക്റ്റ്. ഇത് അങ്ങനെ എന്താ പറയുക, അത് നമ്മൾ ടൂ മച്ച് നമ്മൾ കൊടുക്കരുത് ആർക്കും. ഇതിനെല്ലാത്തിൻ്റെ ഒറ്റ ആൻസറേ ഉള്ളൂ, സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ്. ഇത് തന്നെ മതി. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ മേഖലകളിലും പോയിട്ടുള്ള ആളാണ്. എല്ലാ മേഖലകളിലും എനിക്ക് കോണ്ടാക്ട്സ് ഉണ്ട്. അവിടെ നിന്നെല്ലാം എനിക്ക് കിട്ടിയിട്ടുള്ള പാഠമാണ്. നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ട് കൈ ഉയർത്തിയിട്ടുണ്ടോ, എന്നെങ്കിലും ഒരിക്കൽ അവരാൽ നമ്മുടെ നേരെ കൈ ചൂണ്ടുന്ന അവസ്ഥകൾ കണ്ടിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ പഠിച്ചിരിക്കുന്നൊരു പാഠം അതാണ്. Thank you so much, ma'am. Thank you so much for coming. God bless you.